പടച്ചോനെ ഒലക്ക ഗൈസ്, പോലീസുണ്ട് ഗൈസ്. നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ ജസ്റ്റ് കമൻ്റ് അയയ്ക്കുക. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ചെറിയൊരു ഡെയിലി ഒബ്സർവേഷൻ ആ ഒരു രീതിക്കാണ്. നമ്മുടെ RC200 ചെറിയൊരു വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ആക്ച്വലി നമ്മളിപ്പോൾ ഉള്ളിൽ കൂടെയൊക്കെ വന്നതാണ് കേട്ടോ. വലിയ റോട്ടിൽ പോലീസ് കിടപ്പുണ്ട്. നമ്മളിങ്ങനെ ഉള്ളിലൂടെ വന്നതാണ്. അപ്പോൾ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്ന വർക്ക് എന്ന് പറയുമ്പോൾ RCയുടെ ഒരു ഫ്രണ്ട് പോർഷനിൽ ഏതാണ്ട് 1-2 വർക്കുകളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഒരു വർക്ക് ഇന്ന് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആ ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഈ ഒരു വൈസർ ജസ്റ്റ് ബ്ലാക്ക് അടിക്കാൻ വേണ്ടി പോവുകയാണ്. ബ്ലാക്ക് സ്റ്റിക്കർ ചെയ്യാൻ വേണ്ടി പോവുകയാണ് ആ ഒരു വൈസർ. പിന്നെ ഇവിടെ ജസ്റ്റ് ടിൻ്റ് അടിച്ച് കൊടുക്കണം, അതായത് നൈസായിട്ട് ബ്ലാക്ക് ആവുന്ന ആ ഒരു സംഭവം. അങ്ങനെയുള്ള ആ ഒരു 2 പരിപാടീസാണ് ഇന്ന്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകും. അതിനുമായിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഉള്ളോട്ട് ഇട്ടാൽ മതി. നമ്മുടെ ഇന്ന് വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ടിൽ തന്നെ ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ പോയേക്കാം. ഇതേ കണ്ടോ, ഇതെല്ലാവരും അതിൻ്റെ ആട്ടോ. അതായത് അവിടെ പോലീസ് ചെക്കിംഗ് ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടുള്ള പോക്കാണിത്. ഇതേ കണ്ടോ. നമുക്ക് ഏതായാലും പരിപാടി തുടങ്ങിയേക്കാം. അപ്പോൾ നേരെ സ്റ്റിക്കർ ഷോപ്പിലോട്ട് പോകണം, കാടപ്പടിയുള്ള. അതാണ് പരിപാടി. അപ്പോൾ ഇപ്പോഴത്തെ ലുക്ക് ഞാൻ ഒന്നും കൂടെ അവിടെ ഒരു സ്പോട്ടുണ്ട്, അവിടെ ഏതായാലും ഫോട്ടോ എടുക്കാൻ നിൽക്കണം. അപ്പോൾ അതിന് വേണ്ടി നിർത്തുന്ന സമയത്ത് ഇപ്പോഴത്തെ ഒരു ലുക്കൊന്ന് കാണിച്ചു തരാം, ശേഷമുള്ള ലുക്കൊന്ന് കാണാം. എന്നിട്ട് വർക്ക് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള ഒരു ഡിഫറൻറ്റ് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് ഒന്നും കൂടെ കാണിച്ചു തരാം കേട്ടോ, ആ ഒരു സ്പോട്ട് എത്തുമ്പോൾ. എനിക്ക് ഒന്നാമത് RCയിൽ ഇങ്ങനെയുള്ള ഓട്ടം ഓടുന്നത് അത്രയ്ക്ക് ഇഷ്ടമുള്ള കാര്യമില്ല. എനിക്ക് എന്നല്ല, കോമൺ ആയിട്ട് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും. ഇതുപോലുള്ള ലോക്കൽ ഓട്ടം RCയിൽ ഓടുന്നത് ഒട്ടും ഇഷ്ടമല്ല. അതിൻ്റെ ഒരു ഫീലിൽ പോകണം കേട്ടോ, വലിയ റോഡിലൂടെ. അതാണ് അതിൻ്റെ ഒരു ഫീല്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയ പരിചയമുള്ള ഏരിയയാണ്. ഇതിലങ്ങനെ താഴോട്ട് പോയിട്ടൊരു കുളമൊക്കെ ഉണ്ട്. അപ്പോൾ പരിചയമുള്ള സ്ഥലമായതുകൊണ്ട് കുഴപ്പമില്ല, നമുക്കിങ്ങനെ നോക്കി പോവാം. ഈ പോകുന്നവരൊക്കെ അതിൻ്റെ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അതായത് പോലീസിനെ ഭയന്ന്. പോലീസ് ചെക്കിങ്ങിൻ്റെ തൊട്ട് ഫ്രണ്ട് വരെ പോയാട്ടോ, പിന്നെ ഞാൻ തിരിച്ചു പോയാണ്. അപ്പോൾ എന്തായിരുന്നാലും ഒരു എല്ലാ ചെക്കിങ്ങിൻ്റെ സമയത്തും ഇതുപോലുള്ള വീട് വഴികളൊക്കെ ഉണ്ടാവും കേട്ടോ, എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ഞാൻ പോകാത്തതാണ്. ഹെൽമെറ്റ്, ക്യാമറ, ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട്, അതായത് മിററില്ല, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ടാണ്. നമ്മുടെ സൈഡ് ഓക്കെ ആണെങ്കിൽ കൂളായി മുന്നിലൂടെ പോകും കേട്ടോ, അതിനൊന്നും പേടിയില്ല. വെറുതെ ഓക്കെ അല്ലാണ്ട് ദേ അടുത്ത ആൾ തിരിക്കുന്നു കേട്ടോ. നമുക്കിങ്ങോട്ടാണ്. പോലീസിനെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്ന് കാണില്ല കേട്ടോ, ഏതാണ്ട് ഇവിടെ നിന്ന് കാണുന്നില്ല. അപ്പോൾ എന്തായിരുന്നാലും ഇവിടെ നിന്ന് കുറച്ചപ്പുറമാണ്. ഇവിടെ വേറെയും ഫോട്ടോഷൂട്ടൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഉദ്ദേശിച്ച ഒരു സ്പോട്ട് ഇതാണ്, ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായിരുന്നാലും നമുക്ക് അടുത്ത സ്ഥലം തപ്പി പോയേക്കാം. അപ്പുറം വേറൊരു സ്ഥലമുണ്ട് കേട്ടോ, അവിടെ പോവാം. എനിക്ക് ജസ്റ്റ് ഒരു ബിഫോർ ആഫ്റ്റർ ആ ഒരു രീതിക്ക് സ്റ്റോറി വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഫോട്ടോക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ ആ ഒരു സംഭവം നിങ്ങളെ കൂടെ കാണിക്കാമെന്ന് കരുതിയാ കേട്ടോ. വേറെ ഒരു സ്പോട്ട് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഇതാണ്. ഓക്കെ, അപ്പോൾ ഇപ്പോഴത്തെ ലുക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഫോണിലൊരു ചെറിയ വീഡിയോ കൊടുക്കാം. അപ്പോൾ എന്തായിരുന്നാലും ആ ഒരു ലുക്ക് നിങ്ങൾ കണ്ടു നോക്ക്. എന്നിട്ട് ഏതാണ് ഒന്നുകൂടെ ബെറ്റർ എന്ന് നിങ്ങൾ ജസ്റ്റ് പറഞ്ഞാൽ മതി. എനിക്ക് തോന്നുന്നു എന്തായാലും മൊത്തത്തിൽ ഒരു ബ്ലാക്ക് ഫിനിഷ് ആകുമ്പോൾ ഒന്നും കൂടെ ലുക്കായിരിക്കും ഒന്ന്. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ പരിപാടീസ് കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ഡെയിലി ഒബ്സർവേഷന് കുറച്ച് ഫ്രണ്ട്സിനുണ്ടില്ലേ, അപ്പോൾ ഇപ്പോഴത്തെ ഡെയിലി ഒബ്സർവേഷന് അടുത്ത ഇതിൽ ഒരുത്തനും എൻ്റെ കൂടെ +1 പഠിച്ചാട്ടോ. അപ്പോൾ ഇവരിവിടെ അടുത്ത് ഫോട്ടോ ഷൂട്ടിങ്ങിനെങ്ങാണ്ട് അപ്പുറത്ത്, ഞാൻ പറഞ്ഞില്ലേ അവിടെ വേറെ ആരൊക്കെയുണ്ടെന്ന്, അത് അവരായിരുന്നു കേട്ടോ. അപ്പോൾ അവർ എന്നെ കണ്ടപ്പോൾ വന്നേ കേട്ടോ. അപ്പം എല്ലാവരും ഓരോ വൈക്കാണിപ്പോൾ. പണ്ട് ഭയങ്കര അടുത്തവരൊക്കെ ഇപ്പം ഒരു ടച്ചും ഇല്ല, അങ്ങനെ പോവാണ് ഒരു മൂഡിൽ. ലൈഫ് തന്നെ അങ്ങനെയാണല്ലോ, എല്ലാവരും എല്ലാ സമയവും കൂടെ ഉണ്ടാവണമെന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മുടെ പരിപാടി എന്ന് പറയുമ്പോൾ നമ്മൾ നേരെ അവർ സ്റ്റിക്കർ ചെയ്യാൻ വേണ്ടിയിട്ട് ഷോപ്പിലോട്ട് പോവാണ്. ഓക്കെ, അപ്പോൾ ഇനി അവൻ്റെ
ഫ്രീ ആവുന്നതിനനുസരിച്ച് കാര്യങ്ങളൊക്കെ നോക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും ഭാഗം ഇതുപോലെ ഊരി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നെട്ടുകളൊക്കെ എൻ്റെ പോക്കറ്റിലുണ്ട്. ഇത് രണ്ടും ഇനി വിട്ടേക്കും. ഇപ്പോൾ ഇതേ സാധനം വരുന്നു. ഗൈസ്, അപ്പോൾ ലുക്കാകെ മാറിയ പോലെ ഉണ്ട് കേട്ടോ. മീറ്റർ ഒന്നും കൂടെ വ്യൂ അടിപൊളിയാവും കേട്ടോ. അതായത് മീറ്ററിലെ ലൈറ്റ് ഒന്നും കൂടെ ബ്രൈറ്റ്നെസ് കൂടിയ പോലെ ഫീൽ ചെയ്യും. കാരണം ഇവിടെ ഇങ്ങനെ ഇരുട്ടായിട്ട് നമ്മൾ കാണിക്കുമല്ലോ, അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് യൂസ് ഒന്നുമില്ല. പിന്നെ ബ്ലാക്ക് ആവുന്ന ഒരു ചേഞ്ച് തന്നെ ഉള്ളൂ. അപ്പം ബാക്കി ഈ രണ്ട് സൈഡിലോട്ടുള്ള സാധനങ്ങൾ അവന് സെറ്റാക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. ഗൈസ്, അപ്പോൾ വൈസറിൻ്റെ ഓൾമോസ്റ്റ് പരിപാടീസൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇനിയെന്ന് പറയുമ്പം ഇവിടെ 2 ഹോളുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് ഓക്കെ ആക്കി എടുക്കണം. ഒരു DRL ഒന്ന് ടിൻ്റ് അടിക്കണം. ആ 2 പണിയും കൂടെയാണ് ഇനിയുള്ളത്. യെസ്, അപ്പോൾ ടിൻ്റ് അടിച്ചപ്പോഴുള്ള ആ ഒരു മാറ്റം കാണിച്ചു തരാം. ഇത് ഈ ഒരു സൈഡ് ടിൻ്റ്, ആ ഒരു സൈഡ് നോർമൽ. കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഇതാണ് ഇപ്പോഴത്തെ വണ്ടീൻ്റെ ലുക്ക്. അപ്പോൾ ഇനി മിററൊക്കെ വരുമ്പം സെറ്റാകുമായിരിക്കും. എന്നാലും എന്തോ ഒരു അവന് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകാട്ടോ. അപ്പം എന്തൊക്കെയോ ഒരു ചേഞ്ച് ഫീലൊക്കെ ഈ DRL നമ്മൾ നൈസായിട്ട് ടിൻ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഡിഫറൻറ്റ് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. എന്തായാലും ജസ്റ്റ് ഒന്ന് ഓണാക്കി കാണിച്ചു തരാം. കണ്ടോ. അപ്പോൾ ഇതിന് ടോട്ടൽ എക്സ്പെൻസ് എത്ര കോസ്റ്റ് ആയെന്ന് വെച്ച് കഴിഞ്ഞാൽ 250 ആണ്. 250 രൂപയാണ് ഈ ഒരു സംഭവം ഇങ്ങനെ ചെയ്യാനും അതുപോലെ ഈ ഒരു ടിൻ്റ് അടിക്കാനും വേണ്ടിയിട്ടായ ഇന്നത്തെ ഒരു ചെറിയ ഈ ഒരു സംഭവം ബ്ലാക്ക് ഔട്ട് ചെയ്യുന്നതിൻ്റെ വീഡിയോ ഞാൻ പോകുമ്പോൾ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. കാരണം ഞാനിതിൻ്റെ ഒരു വണ്ടി ഓടിച്ചുകൊണ്ടുള്ള ഒരു വ്യൂവും കൂടെ കാണിച്ചു തന്നിട്ട്, അതായത് ഇതുവരെ നമുക്ക് ഓടിക്കുമ്പോൾ ഈ ഒരു വ്യൂ ആയിരിക്കില്ല. ഇത് വ്യൂക്ക് ഒരു ചെറിയ ചേഞ്ച് ഉണ്ട്. ഇതേ ലോ ഫ്യൂലായിട്ടോ ഇപ്പം അങ്ങ് ആയതാണ്. ട്രിപ്പ് ഓൺ ആയിട്ടുണ്ട്. 0.0 ആണ്. അപ്പോൾ ചിലപ്പോൾ പോകുമ്പോൾ ഒന്ന് ശരിയാവും. ഇപ്പോൾ അവിടെ കുത്തനെ നിർത്തിയിട്ട കാരണമാവും. അല്ലെങ്കിൽ ലോ ഫ്യൂൽ അടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കൊന്ന് താഴെ പോവാം. എയർ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. ഇത് ലോ ഫ്യൂൽ ഓക്കെ ആയിട്ടോ. അത് ചെരിച്ച് വെച്ചതിൻ്റെ ആണ്. അപ്പോൾ അതാണ് ആ ഒരു സംഭവം. പിന്നെ എയർ അടിച്ചേച്ചും നമ്മൾ നേരത്തെ വരുന്ന സമയത്ത് ഞാൻ വണ്ടി കാണിച്ചു തന്നില്ല. ആ ഒരു സ്പോട്ട് വെച്ച് നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്തേക്കാം. ചുമ്മാ ഒന്ന് കളിച്ചു. അതിൽ എയറൊക്കെ ഓക്കെയാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വരുന്ന സമയത്തുള്ള ഒരു ബ്ലാക്ക് അല്ലാത്ത ഒരു വ്യൂവും ഈ ഒരു വ്യൂവും കണ്ടു നോക്ക്. റൈഡറിന് കിട്ടുന്ന ഒരു വ്യൂ ജസ്റ്റ് ഗോപ്രോയിലൂടെ കണ്ടു നോക്ക്. അപ്പോൾ എന്തെങ്കിലും ചേഞ്ച് തോന്നുന്നുണ്ടോ? എന്തായാലും ചേഞ്ച് നല്ല രീതിക്ക് എനിക്ക് മനസ്സിലാവാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. ആ ഒരു വൈസർ ബ്ലാക്ക് ആയതിൻ്റെ ആ ഒരു ചേഞ്ച് എനിക്ക് ആ ഒരു ഡിഫറൻറ്റ് നല്ല രീതിക്ക് മനസ്സിലാൻ വേണ്ടി പറ്റുന്നുണ്ട്. ബട്ട് എന്തൊക്കെയോ ഒരു ചേഞ്ച് ഫീലൊക്കെ തോന്നും കേട്ടോ, ഇങ്ങനെ ഫുള്ളി ബ്ലാക്കായി കിടക്കുന്ന കണ്ടിട്ട്. പിന്നെ ഓരോരുത്തർക്ക് ഓരോ ടൈപ്പാണ്. ഞാൻ ചുമ്മാ ആക്കി നോക്കിയാണ് എന്താ പാടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മളെ വണ്ടിയിൽ ചെയ്യാൻ വേണ്ടി പല വർക്കുകൾ പ്ലാനിങ് ഒക്കെ പലതും ഉണ്ട്. പക്ഷേ ഇതുപോലെ ഓരോന്ന് ട്രൈ ചെയ്യുവാണ്. അപ്പോൾ എന്തായിരുന്നാലും കുഴപ്പമില്ല, സംഭവം നൈസായിട്ടുണ്ട്. ഈ ഒരു നമ്പർ പ്ലേറ്റിൻ്റെ ഈ ഒരു ഫ്രെയിം നമ്പർ പ്ലേറ്റൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ട്. സാധനം ഓൾറെഡി വീട്ടിൽ കിടപ്പുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള പരിപാടീസൊക്കെ അടുത്ത വീഡിയോസിലൊക്കെ ആയിട്ട് കാണാം കേട്ടോ. അപ്പോൾ എന്തായിരുന്നാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണേ. അപ്പോൾ ഈ ഒരു സംഭവം ഇത് വെച്ചതിൻ്റെ ഒരു അഭിപ്രായം, അതായത് ഈ ഒരു ബ്ലാക്ക് ആക്കിയതിൻ്റെ ഒരു ചെറിയ നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ ജസ്റ്റ് കമൻറ്റ് അയയ്ക്കുക. ഫോറായിട്ടുണ്ടോ അതോ ലുക്കായിട്ടുണ്ടോ എന്നുള്ള കാര്യം കമൻറ്റ് അയക്കാൻ വേണ്ടി മറക്കണ്ട. അപ്പോൾ എന്തായിരുന്നാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ അതിനുമായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അപ്ലൈ ചെയ്ത് ഉള്ളോട്ടിട്ടാൽ മതി. നമ്മുടെ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ സ്പോട്ടിൽ തന്നെ ലഭിക്കും. പിന്നെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.